ഇനി നമുക്ക് ക്യാരറ്റും ചെറുപയറും കൂടി ചേർത്തിട്ടുള്ള ഒരു തോരൻ തയ്യാറാക്കാം. നമ്മൾ ക്യാരറ്റ് മാത്രമായിട്ട് തോരൻ വെക്കാറുള്ളതാണ്, ചെറുപയറും മാത്രമായിട്ട് തോരൻ വെക്കാറുള്ളതാണ്. ഇത് രണ്ടും കൂടി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനായിരിക്കും ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പം എങ്ങനെയാണ് നമുക്കിത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ 1 കപ്പ് ചെറുപയറാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ 2 മണിക്കൂർ കുതിർത്തി വെച്ചിരിക്കുന്നതാണ്. കൂടുതൽ സമയം കുതിർത്തിയിട്ടില്ല, ഒത്തിരി അങ്ങ് വെന്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ 1 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, 1/4 കപ്പ് തേങ്ങ ചിരണ്ടി ചെയ്തെടുത്തിട്ടുണ്ട്, പിന്നെ 1 സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട്, 3 പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സവാളയ്ക്ക് പകരം വേണമെങ്കിൽ ചുവന്നുള്ളി, ചെറിയ ഉള്ളി ചേർക്കാവുന്നതാണ്. ആദ്യം നമുക്ക് ചെറുപയർ ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിത് കുക്കറിൽ ഇട്ടിട്ടാണ് വേവിക്കുന്നത്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർക്കാം, പാകത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് വേവിച്ചെടുക്കാം. 1 വിസിൽ വരുന്നത് വരെ ഇത് വേവിച്ചാൽ മതി. ഇനി നമുക്ക് ക്യാരറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിത് വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കൂടി ചേർക്കാം. സവാളയിലേക്ക് അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് ട്രാൻസ്പെറന്റ് ആവുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 2 വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടി ചേർക്കാം. ചെറുപയറും കൂടി ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് വെളുത്തുള്ളി ചേർക്കുന്നത്. ക്യാരറ്റ് മാത്രമാണ് തോരൻ വെക്കുന്നതെങ്കിൽ നമ്മൾ അതിലേക്ക് വെളുത്തുള്ളി ചേർക്കാറില്ല. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. കറിവേപ്പില ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് കറിവേപ്പില ചേർക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ചേർക്കുന്നില്ല. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചിരണ്ടിയത് ചേർക്കാം. ഞാനിവിടെ 1/4 കപ്പ് തേങ്ങയാണ് ചേർക്കുന്നത്. അതുകൂടി ചേർത്തിട്ടൊന്ന് വഴറ്റാം. നമ്മൾ എരിവിന് വേണ്ടിയിട്ട് 3 പച്ചമുളക് ഇതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ ചില്ലി ഫ്ലേക്സ് ഇല്ലെങ്കിൽ അല്പം മുളക് പൊടി ചേർത്താലും മതി. പിന്നെ ചില്ലി ഫ്ലേക്സ് ഒക്കെ ചേർക്കുമ്പം പച്ചമുളകും കൂടെ നമ്മൾ ആദ്യം ചേർത്താണ്, അപ്പോൾ എരിവ് നോക്കിയിട്ട് വേണം ചേർക്കാൻ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർക്കാം. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. നമ്മൾ ആദ്യം സവാള വഴറ്റാൻ നേരത്ത് അല്പം ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. അതുകൂടി നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാനായിട്ട്. ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിക്കാനായിട്ട്. നമ്മളിത് വെച്ചിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ക്യാരറ്റ് പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയറും കൂടി ചേർക്കാം. ചെറുപയർ നമുക്ക് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ക്യാരറ്റിലേക്ക് ചേർത്തിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുഴഞ്ഞു പോകാതെ വേണം ഇത് മിക്സ് ചെയ്യാനായിട്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനാണ്. ഇത് വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഒക്കെ ഉണ്ടാവുക. ചോറിനൊപ്പം കഴിക്കാനായിട്ട് വളരെ നല്ലൊരു തോരനാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ കമൻസ് ഒക്കെ ഒന്ന് അറിയിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.